അപ്പോൾ ഇന്ന് മീനില്ലാത്ത ഒരു ദിവസം നമുക്കൊരു മീൻ കറി പോലത്തെ മീൻ കറിയും അതുപോലെ തന്നെ ഒരു ബീട്രൂട്ട് തോരനും രാവിലെ നമുക്ക് വെക്കാം. അപ്പോൾ ചട്ടി ചൂടായി, എണ്ണ തിളച്ചു, ഞാൻ കടുകിട്ടു. അതുപോലെ തന്നെ ഒരു 4-5 കഷ്ണം വെള്ളുള്ളി ഞാൻ നല്ലോണം ചതച്ച് തൊലിയോടുകൂടി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തൊലി കളയരുത്, തൊലി കളഞ്ഞാൽ നമുക്ക് അത്രയും ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ അതിട്ടതിന് പുറകിൽ തന്നെ ഞാൻ ഒരു 2 കറിവേപ്പില ഇട്ട് 2-3 വറ്റൽമുളക് 2ആയിട്ട് കീറിയിട്ടു. അപ്പോൾ അതിന് ശേഷം ഞാൻ 2 മീഡിയം സൈസ് ബീട്രൂട്ടും അതിനെക്കാട്ടി ഇച്ചിരി ചെറുതായിട്ടുള്ള 2 സവാളയുള്ളിയും കൂടെ ചോപ്പർ കുട്ടൻ്റെ അകത്തിട്ട് ചോപ്പ് ചെയ്ത് നല്ല രീതിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനോടൊപ്പം തന്നെ 2 പച്ചമുളക്, ഞാൻ എരിവൊന്നും ചേർക്കാത്തതുകൊണ്ട് നല്ല എരിയുള്ള 2 പച്ചമുളക് നടുവേ കീറി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കറി ലീവ്സും ആവശ്യത്തിന് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കൈ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തെറിച്ച് പോകുന്നത്. ഒരു കൈ കൊണ്ട് ഇളക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ്. നമുക്ക് പ്രത്യേകിച്ച് വലിയ സെറ്റപ്പ് ഒന്നുമില്ല വീഡിയോ എടുക്കാൻ. അണ്ണാൻകുഞ്ഞിനും തന്നാലാവുന്നതെന്ന് പറയത്തില്ലേ, എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനും ചെയ്യുന്നത്. അപ്പോൾ നല്ലോണം വഴറ്റി അതിനകത്തെ വെള്ളമെല്ലാം നമ്മൾ സോൾട്ട് ചെയ്ത് കളയണം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് നന്നായി വഴറ്റി നല്ല രീതിയിൽ വഴറ്റിയിട്ട് നമുക്ക് വെള്ളം കളയണമെന്നല്ല, ഇതൊന്ന് വഴറ്റി കഴിയുമ്പോഴത്തേന് നമുക്ക് ഈ വെള്ളത്തിൽ കുഴഞ്ഞു പോകുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അത് നമുക്ക് മാറ്റി എടുക്കാനായിട്ട് സാധിക്കും നമ്മൾ ഈ വഴറ്റുന്നതിലൂടെ. അപ്പോൾ അതിന് പുറകിന് തന്നെ ഞാൻ മഞ്ഞൾപ്പൊടി തൂവി കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി നമുക്ക് വഴറ്റാം. നല്ല രീതിയിൽ വഴറ്റി നമുക്ക് എന്താവണമെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് നടുവ് നീക്കി നോക്കുമ്പോൾ നടുക്ക് ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങണം. ആ ഒരു വെള്ളം ഇറങ്ങുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഞാൻ ഒരു മുറി തേങ്ങ ചിരവിയിൽ നിന്നും എൻ്റെ കൈപ്പിടിയിൽ ഒരു പിടി ഒരു ശകലവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ കൂടുതൽ ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല, കാരണം നമുക്ക് തോരൻ ഒരുപാട് തേങ്ങ നല്ലതല്ല. അതുപോലെ തന്നെ തോരൻ വെക്കുമ്പോൾ ഒരുപാട് ഉണങ്ങിയതല്ലാത്ത നല്ല മൂത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കരിക്കിൻ്റെയൊക്കെ സ്റ്റേജ് കഴിഞ്ഞ് ഒരു പച്ചത്തേങ്ങയുടെ സ്റ്റേജ് കഴിഞ്ഞിട്ട് നല്ല മധുരമുള്ള ഒരു തേങ്ങയുണ്ടല്ലോ, ആ ഒരു തേങ്ങ എടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നാൽ പാലുള്ള തേങ്ങ ആയിരിക്കണം. അപ്പോൾ ഞാനത് നടുവ് നീക്കി ഞാൻ തേങ്ങ ഇട്ട് കൊടുത്ത് തത്തിപ്പൊത്തി അടച്ച് ലോ ഫ്ലെയിമിൽ അവിടെ വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ തന്നെ നമുക്ക് കിഴങ്ങും കോവയ്ക്കയും കൂടെ ചേർന്ന ഒരു മീൻകറി വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് ഞാൻ കഴുകി നമുക്കൊരു മീഡിയം സൈസ് നീളത്തിൽ, സാമ്പാറിൻ്റെ കഷ്ണമല്ല, അതിൽ ഇച്ചിരി കൂടെ വലുതായിട്ട് എന്നാൽ അത്രയും കനത്തിലല്ലാത്ത രീതിയിൽ ഒരു 2 കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ ഒരു 5 കോവയ്ക്ക എടുത്തിട്ടുണ്ട്. അത് പിന്നീടാണ് ചേർക്കുന്നത് വീഡിയോയിൽ. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത ആവശ്യത്തിന്, മുളക് പൊടി കുറച്ചും മല്ലിപ്പൊടി കൂടുതലുമാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ ഇത്രയും സാധനത്തിന് എൻ്റെ സ്പൂണിന് ഒരു അരയല്ല, ഒന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുത്തിക്കോരി അല്ലാതെ ഒരു സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഞാൻ അല്പം പച്ചവെളിച്ചെണ്ണയും തൂവി ഒരു 2 ചെറിയ പീസ് കുടംപുളിയും ആവശ്യത്തിന് കറിവേപ്പിലയിട്ട് വലുതായിട്ട് ഇളക്കൊന്നും വേണ്ട, ഒന്ന് കറക്കിയെടുത്ത് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ, ലോ ഒന്നും വേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതിനകത്ത് നമ്മളൊന്ന് തവിയിട്ട് നോക്കുമ്പോൾ കിഴങ്ങൊന്ന് വേവണം, അത്രയേ വേണ്ടൂ. അപ്പോൾ അവിടെ ഇരുന്നത് സെറ്റായി വരട്ടെ. ഞാനതിൻ്റെ ലാസ്റ്റ് വീഡിയോ എടുത്തോന്ന് എനിക്ക് ഓർമ്മയില്ല, ഉണ്ടെങ്കിൽ ഞാനിതിനകത്ത് ആഡ് ചെയ്തേക്കാം. അപ്പോൾ രാവിലെ ഇച്ചിരി തിരക്കായതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിശദമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതാണ് അതിൻ്റെ പരമാർത്ഥം. അപ്പോൾ തോരനെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കി, തുറന്ന് വെച്ച് ഇളക്കി അതിൻ്റെ വെള്ളം കുത്തലൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് നമുക്കത് ഒരു ചെറിയൊരു ആവി പോകുന്ന രീതിയിൽ അടപ്പ് വെച്ച് മൂടി അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉച്ചയാകുമ്പോഴത്തേന് തോരൻ റെഡി. അപ്പോൾ മറ്റേ കറി വെന്തിട്ടുണ്ട് ഈ ടൈമിൽ, പക്ഷേ ഞാൻ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ രാവിലത്തെ. അപ്പോൾ ഇന്ന് ഇത് രണ്ടുമാണ് ഞങ്ങളുടെ കറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.